സോ അപ്പോൾ TTL ലോജിക് ഫാമിലിയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ 2 and 3, that is അഭിഷേക് KA and അദ്വൈത് മധുസൂദനൻ ആണ്. അദ്വൈതിനെ കാണാനേ ഇല്ല. അഭിഷേക് അദ്വൈത് എന്താ വരാത്തെ അറിയാമോ? അവൻ എങ്ങോട്ടോ പോവാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നാണ് പ്രസന്റേഷൻ ഉള്ളതെന്ന് അദ്വൈതിന് അറിയില്ലേ? അല്ലേ? അറിയാം. എന്നിട്ട് ജസ്റ്റ് ഓക്കെ. അപ്പൊ അഭിഷേകിന്റെ കയ്യിൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോ? മെറ്റീരിയൽ ഉണ്ടോന്ന് വെച്ചാ കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല. അത് രണ്ടാളും കൂടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവ എപ്പോഴാ പറയുന്നത്? ഇപ്പോഴാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ല അല്ലേ? നേരത്തെ പറഞ്ഞു. അങ്ങനെ ശരിയാവില്ലല്ലോ ഇത്. എന്നാ പിന്നെ അന്ന് പ്രസന്റ് ഓക്കെ ഞാൻ അദ്വൈതിനോട് പറഞ്ഞോളാം. ബാക്കിയുള്ളവർക്കും കൂടിയാണ് ഇങ്ങനെ പ്രസന്റേഷൻ ഏൽപ്പിച്ച. അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങളുടെ. അതിങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് എടുക്കാനാണെങ്കിൽ നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി ബാക്കിയുള്ളവര് ഏൽപ്പിക്കുമ്പോൾ തന്നെ പറയണമായിരുന്നു, ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല, എന്നെ ഏൽപ്പിക്കണ്ടെന്ന്. അതും പറയാതെ ഇത് ഏറ്റിട്ട് ക്ലാസിന്റെ സമയമാകുമ്പോൾ ഇങ്ങനെ മുങ്ങുന്നത് എവിടുത്തെ ന്യായമാണ്? ബാക്കിയുള്ളവർക്കും ബാധകമാണ്. അദ്വൈത് മധുസൂദനോട് അതുകൊണ്ട് എന്നെ ഒന്ന് എന്തായാലും അടുത്ത ക്ലാസ്സിന് മുമ്പ് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയണേ. അഭിഷേകിന്റെ കയ്യിൽ എന്താണ് മെറ്റീരിയൽ ഉള്ളത്? അഭിഷേക് ഒന്ന് പ്രസന്റ് ചെയ്യൂ. അഭിഷേക് അഭിഷേക് പ്രസന്റ് ചെയ്യൂ എന്താണുള്ളത്. അഭിഷേകിന്റെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അത് പ്രസന്റ് ചെയ്തു. എന്റെ കയ്യില് അങ്ങനൊന്നുമില്ല, ചെറിയ നോട്ടായിട്ടൊന്നും എഴുതിയതാ വെറുതെ. അല്ല, ഇന്നപ്പോ പ്രസന്റേഷൻ ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ പിന്നെ എന്തായിരുന്നു ഉദ്ദേശം? അത് നോക്കൂ, നിങ്ങളുടെ ക്ലാസ് ഇങ്ങനെ ആയാൽ പറ്റില്ല. കഴിഞ്ഞ തവണത്തെ പ്രസന്റേഷൻ തുടങ്ങി ഇങ്ങനെയാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് പറ്റില്ലെങ്കിൽ അപ്പൊ പറയണം. ഏറ്റിട്ട് ആ സമയത്ത് മുങ്ങുന്ന ഇത് എന്ത് ക്രെഡിബിലിറ്റിയാ ഉള്ളത് നിങ്ങക്ക്? അതൊട്ടും ശരിയായ ഒരു കാര്യമല്ല. അല്ലെങ്കിൽ അത് പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഓരോരുത്തരെയും ഏൽപ്പിച്ചത്. അപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് അപ്പൊ പറ്റിയില്ല? അല്ലാതെ ഇത് എന്നിട്ടും പറഞ്ഞിട്ട് അടുത്ത ദിവസം അല്ല, ഒരാഴ്ച കഴിഞ്ഞ് അതിന്റെ അടുത്ത ദിവസം കൂളായി അങ്ങ് പോയിരിക്കുന്നു, വേറെ എവിടെ പോവാനുണ്ട് എന്ന്. അതാണെങ്കിൽ എന്ന് നേരത്തെ ഇൻഫോം ചെയ്യുക, എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യുകയോ ചെയ്യാതെ ഇത് ശരിയാവുകയില്ല. നിങ്ങളുടെ ക്ലാസ്സിന് എന്താ, ക്ലാസ്സിൽ ഇരിക്കുന്ന തന്നെ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് ഇങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് തോന്നുമ്പോ അങ്ങ് മുങ്ങാം എന്നാണോ? ക്ലാസ്സിലെ അറ്റൻഡൻസ് തന്നെ വളരെ കുറവാണ്. അതെന്നും ഓരോ എക്സ്ക്യൂസ് പറയാനുണ്ട്. കാരണം നിങ്ങളുടെ അതേ കൗണ്ടർ പാർട്ടായ EC1 ഓൾമോസ്റ്റ് എല്ലാ ദിവസവും 100% ആണ് അറ്റൻഡൻസ്. നിങ്ങളുടെ ക്ലാസ്സിന് മാത്രമാണ് ഇങ്ങനൊരു ഇഷ്യൂ, ഇത്ര അധികം പേര് ആബ്സെന്റ് ആവുന്നത്. ഇത് ഇങ്ങനെ ഇത് ഏൽപ്പിച്ചിട്ട് അങ്ങനെ മുങ്ങുന്ന ശീലം അത് പറ്റില്ല. അന്ന് കഴിഞ്ഞ തവണത്തെ ഉള്ള ആളുകൾ തുടങ്ങി ഇങ്ങനെ എന്താണ് നിങ്ങളുടെ എക്സാക്ട് റീസൺ എന്ന് എനിക്ക് ആ റീസൺ എഴുതി എനിക്ക് മെയിൽ ചെയ്യാൻ വേണം. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഇനി എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ട എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും.
നിങ്ങൾ അത്ര മിടുക്കരാണെങ്കിൽ നിങ്ങൾ തന്നെ എഴുതിക്കോ. അല്ലാതെ, കാരണം ഒരു ക്ലാസ് ആവുമ്പോൾ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഇൻകൺവീനിയൻസ് പറയാം. അല്ലാതെ ആ ഒരു എക്സാക്ട് മൊമെന്റ് വരുമ്പോൾ അപ്പൊ പറയല്ല. ഇനി ബാക്കിയുള്ളവർ ഇങ്ങനെയാണോ നോക്കട്ടെ. നമ്പർ 11 and 12. Archana and Arib. Archana is here. Aribinte കാര്യോ? അർച്ചന. മിസ്, അർച്ചനയുടെ അവസ്ഥ എങ്ങനെയാണ്? അറീബും അർച്ചനയും കൂടെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആ മിസ്സേ, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അരീബിനെ കാണാനില്ലല്ലോ. അർച്ചനയോട് വല്ലതും പറഞ്ഞോ? ഇല്ല, രാവിലെ പറഞ്ഞത് ക്ലാസ്സിൽ കേറുന്ന തന്നെയാ പറഞ്ഞേ. ഇപ്പൊ അവനെ ആണോ? കാണുന്നില്ല. ഓക്കെ. അപ്പൊ ഈ പ്രിപ്പയർ ചെയ്ത സാധനം എന്തെങ്കിലും അർച്ചനയുടെ കയ്യിലുണ്ടോ? ആ, രണ്ടാളും കൂടി പറയാൻ വേണ്ടി വെച്ചൊരു PPT ഉണ്ട്. ഓക്കെ, അതിൽ അർച്ചന ഉദ്ദേശിച്ച കാര്യങ്ങൾ അർച്ചന പറഞ്ഞു. അറീബിനോട് ഞാൻ ചോദിച്ചോളാം പിന്നെ. അല്ലെങ്കിൽ എന്താണ്, എനിക്ക് അതിന്റെ റീസൺ വേണം. ഇങ്ങനെ ആ എക്സാക്ട് ഇതിൽ മുങ്ങിയാൽ, അതെ, കൂടെ ഉള്ളവരെയും ടോട്ടൽ ക്ലാസ്സിനെയും ഒരുമാതിരി ചീറ്റ് ചെയ്യുന്ന പോലാണ്. അത് ശരിയാവില്ലല്ലോ. അർച്ചന എന്നാ ഒന്ന് പറയൂ. കുഴപ്പമില്ല, ധൈര്യമായി പറഞ്ഞു കേട്ടോ. ഓക്കെ മിസ്. അർച്ചന പ്രസന്റ് ചെയ്ത് പറഞ്ഞോളൂ. മിസ്, സ്ലൈഡ് കാണാൻ പറ്റുന്നില്ലേ? കാണുന്നുണ്ട് അർച്ചന. ഒന്ന് കുറച്ചുകൂടെ വലുതാക്കാൻ പറ്റുമോ? സ്ലൈഡ് ഷോയിൽ ഏതെങ്കിലും കാണുന്നുണ്ട്, പക്ഷെ കുറച്ചുകൂടെ വലുതാക്കിയ നന്നായിരുന്നു, മാക്സിമൈസ് ചെയ്യാൻ. അല്ലെങ്കിൽ യെസ്. Emitter-coupled logic. Emitter-coupled logic circuit is a high-speed integrated bipolar transistor logic circuit family. ECL uses an overdriven BJT differential amplifier with a single-ended input and limited emitter current to avoid the saturated region of operation and its slow turn-off behavior. As the current is steered between two legs of an emitter-coupled pair, ECL is sometimes called current steering logic (CSL) or current mode logic (CML) or current switch emitter follower logic. A logic low voltage for ECL is about -1.7 volt to -1.75 voltage. A logic high voltage of for ECL is about -0.8 volt. ഇൻപുട്ടിൽ -1.7 വോൾട്ട് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ഔട്ട്പുട്ടിലത്തെ വോൾട്ടേജ് 0 വോൾട്ടും സെക്കൻഡ് ഔട്ട്പുട്ടിൽ -0.9 വോൾട്ടും ആയിരിക്കും കാണിക്കുക. പിന്നെ ഇൻപുട്ടിലത്തെ വോൾട്ടേജ് -1.75 വോൾട്ട് ആക്കുമ്പോൾ ഔട്ട്പുട്ടിലെ ഫസ്റ്റത്തെ ഔട്ട്പുട്ടിലെ വോൾട്ടേജ് -0.9 വോൾട്ടും സെക്കൻഡ് ഔട്ട്പുട്ടിൽ 0 വോൾട്ടും ആയിരിക്കും കാണിക്കുക. In ECL, the transistors are never in saturation. The input or output voltages have a small swing 0.8 volt. The input impedance is high and the output impedance is low. As a result, the transistors change states quickly. Gate delays are low and the fan-out capability is high. The output of an ECL system has a very low impedance, thus having a fan-out of about 25.
Noise margin is the ratio by which the signal exceeds the minimum acceptable amount. It is normally measured in decibels. DC noise margin in ECL are much less than in CMOS and TTL. Only 0.155 volt in the low state and 0.125 volt in the high state. Propagation delay is the time required for the digital signal to travel from the input of a logic gate to the output. It is measured in microseconds, nanoseconds, or picoseconds, where ECL offers propagation delay reaching approximately 1 nanoseconds, making it useful with gigahertz clock rates. Power consumption. Static power consumption when output is not changing. Dynamic power consumption and power consumption when output is in transition. In ECL, considered to be a very high speed logic family, ECL dissipates a relatively large amount of static power, but its overall current consumption is lower than that of CMOS at high frequencies. Thus, ECL is particularly advantageous in clock distribution circuits and other high frequency applications. മിസ്സേ ആ ആ, ബാക്കി അരീബ് പറയാനുള്ളതാ. ഇത് ഏതിലായിരുന്നു റെഫർ ചെയ്തത്? ഗൂഗിൾ. ഹലോ ആ, അരീബ് ഇപ്പൊ കേറിയോ? ഓക്കെ കേറി, ഇപ്പൊ 2 മിനിറ്റ് മുമ്പ് കേറി. ഓക്കെ ഓക്കെ, എന്നാ അരീബ് പറയ് ബാക്കി. ബാക്കി അല്ലെങ്കിൽ അരീബിന്റെ വക പ്രസന്റേഷൻ അരീബ് ചെയ്. ഓക്കെ. ഇതില് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് പവർ ഡിലേ പ്രൊഡക്റ്റ്. ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. അടുത്ത ക്യാരക്ടറിസ്റ്റിക് ആണ് പവർ ഡിലേ പ്രൊഡക്റ്റ്. അപ്പോ ECLനെ പറ്റി പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ECL ഉണ്ട്, 100K സീരീസും 10K സീരീസും. അപ്പൊ 100K വരുമ്പോ the ECL 100K series features gate delays on the order of 0.75 nanosecond and dissipates about 40 milliwatt per gate for a delay power product of 30 picojoule. Although its power dissipation is relatively high, the 100K series provides the shortest available gate delay in small and medium scale അരീബ് ഒരു കാര്യം, ഒന്ന് സ്ലൈഡ് ഷോ മോഡിൽ ഇടുവോ? അപ്പൊ കുറച്ചുകൂടെ വലുതായി കാണാം. And medium scale integrated circuit packages. അതേപോലെ തന്നെ 10K series. The ECL 10K series is slightly slower. It features a gate propagation delay of 2 nanosecond and a power dissipation of 25 milliwatt for a delay power product of 50 picojoule. Although the value of PDP is higher than that obtained in the 100K series, the 10K series is easier to use. അപ്പോൾ 10K 100K മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഇതാണ്. പിന്നെ ട്രാൻസിഷൻ ടൈം വരുമ്പോൾ the voltage difference between logic high and logic of low of an ECL gate is much less than that of CMOS or TTL logic gate.
This low voltage difference reduces the time required to make a transition from logic high to logic low or vice versa. As a result, ECL logic offers higher frequency operation. ചുരുക്കി പറഞ്ഞാൽ എന്താ CMOSും TTLും അതായത് മറ്റേ രണ്ട് അതിൻ്റെ ആളും എന്താ പറയാ ലോ വോൾട്ടേജ് ഇപ്പോൾ അതുകൊണ്ട് ഹയർ ഫ്രീക്വൻസി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത്രയാണ് ECLന്റെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ ഓക്കെ. അതെ, അടുത്ത CMOS പറയാമെന്ന് പറഞ്ഞിരുന്ന നമ്പർ 13 and 16. മിസ്. അർജുൻ ആൻഡ് ആരായിരുന്നു 16 പറഞ്ഞ ആതിര. ഓക്കെ, നിങ്ങൾ പ്രസന്റ് ചെയ്തോളൂ. അർജുൻ കാണുന്നുണ്ട്, അത് പക്ഷെ ഒരു സിംഗിൾ പേജ് പെർ ഇങ്ങനെ ആക്കിയാൽ മതി. യെസ് അർജുൻ, ഇപ്പൊ ഓക്കെ ആയി. പറഞ്ഞോളൂ. അർജുൻ പറയുന്നുണ്ടാ? മൈക്ക് ഓൺ അല്ലേ? അർജുൻ മൈക്ക് ഓൺ ആക്കിക്കൊള്ളൂ. നേരത്തെ പ്രസന്റേഷൻ ശരിക്കും വന്നതായിരുന്നു. അർജുൻ ചെയ്തോളൂ, അത് നന്നായിട്ടുണ്ടായിരുന്നു സ്ലൈഡുകൾ. ഹലോ
ആതിരയാണോ പ്രസന്റ് ചെയ്യുന്നത്? ആ മിസ്, ഇടയ്ക്ക് റേഞ്ച് ഇതായി കട്ടായി പോയി. ആ ഡാബ്ജിന്റെയാ? അല്ല, എന്റേത്. ഓക്കെ ഓക്കെ, ആ പറഞ്ഞോളൂ. First, noise margin, CMOS is mainly known as complementary metal oxide semiconductor. It is also known as complementary symmetry metal oxide semiconductor, CMOS. Noise margin. If noise in the circuit is high enough, it push logic 0 up or drop a logic 1 down into an intermediate region. അതായത് ലോജിക് 1 താഴേക്കും ലോജിക് 0 ഏതെങ്കിലും ഒന്ന് മേലേക്ക് വെച്ച് ഇന്റർമീഡിയറ്റ് റീജിയനിൽ എത്തിക്കുന്ന അതിന് വരുന്ന വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നോയ്സ് മാർജിൻ. ഹൈ സ്റ്റേറ്റിൽ നോയ്സ് മാർജിൻ വോൾട്ടേജ് VNH equal to VOH minus VIH, that is the difference between a nominal voltage of high logic state at an output to the minimum input voltage at high logic state at the output. And for low state noise margin, it is the difference between maximum input voltage at low input level to the nominal voltage corresponding to a logic state at the output. Here nominal voltage means a specific voltage which is given to that circuit. Logic levels. CMOS gate operating at a power supply voltage of 5 volts. The acceptable input signal voltages range from 0 volt to 1.5 volts for a low logic state and 3.5 volts to 5 volts for a high logic state. Fan out. The maximum number of logic inputs that an output can drive reliably is called as fan out. Here only a single output is drawn from a maximum number of inputs. Here in CMOS, mainly DC fan outs are used, and for DC fan out, the output will be a constant, that is high or low level. As in the equation, the DC fan out is represented by NOH for low level and NOL for and Propagation delay. The propagation delay of a gate defines how quickly it responds to a change as its input. It measured between the 50% transition point of the input and output waveforms. Average propagation delay time TP is equal to T plus TP LH by 2.
transition time, the amount of time that the output of a logic circuit take to change from one state to another is called the transition time. Equation time, rise time equal to low minus high, fall time equal to high minus low. Power consumption. There is two types of power consumption: static power consumption and dynamic power consumption. For static power consumption, the output will not change. It is a constant. And for dynamic power consumption, the output is in transition. That is, it changes from one state to another state. And for dynamic power consumption, it is PT equals CPD plus CL into VCC square into F, that is PT is where dynamic power consumption, and VCC volt power supply voltage, and F transition frequency of the output signal, and CPD is a power dissipation capacitance, and CL is a load capacitance. Power delay product. Power delay product is a product of power consumption and input output delay or a switching event. And P equals PAV into TP, where PAV is the power consumption and TP is the propagation delay. Miss കഴിഞ്ഞു. നിങ്ങൾ എവിടുന്നായിരുന്നു ആതിര അർജുൻ റെഫർ ചെയ്തത്? നിങ്ങളുടെ സ്ലൈഡ്സ് കൊള്ളാമായിരുന്നു കേട്ടോ. മീൻസ് ആ ലോജിക് ഫാമിലീസും ഗൂഗിളിലും കൂടിയിട്ട് നിങ്ങക്ക് കുറച്ചുകൂടെ ആതിരക്ക് എന്താണ് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് പറ. ആതിരക്ക് ഒരു പേടിയുണ്ടോ പറയാൻ? അതിന്റെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നുള്ളൂ. പ്രസന്റേഷനിൽ സ്ലൈഡ്സ് ഒക്കെ നല്ലതായിരുന്നു കേട്ടോ രണ്ടുപേരുടെ. താങ്ക് യു. കാരണം ഒരു പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ അതാണ് മിനിമം ഇങ്ങനെ ഒരു നല്ല സ്ലൈഡ്സ് വെച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക. എന്തായാലും നിങ്ങൾ രണ്ടുപേരും അറ്റ്ലീസ്റ്റ് ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. താങ്ക് യു അർജുൻ ആൻഡ് ആതിര. ഓക്കെ, ഒരു കാര്യം ചെയ്യോ, ഇത് നിങ്ങളുടെ സ്ലൈഡ്സ് ഒന്ന് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ മിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് TTL. TTLകാർ ചെയ്തേ ഇല്ല. കാരണം എപ്പോഴും നമ്മൾ TTLന്റെ വെച്ചിട്ടാണ് ബാക്കിയുള്ളതിന്റെ കമ്പാരിസൺ പറയാൻ കുറച്ചുകൂടെ ഈസി. ഞാൻ ജസ്റ്റ് ഒരു TTL ഓവർവ്യൂ പറയാം. പിന്നെ ഇതേ സാധനം ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിരുന്നതാണ്. അപ്പൊ ഇവര് പറഞ്ഞ ചില ടേംസ് അതൊന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഇങ്ങനൊരു ഇവര് പറഞ്ഞ ഇതൊരു ഇൻപുട്ട് പ്രൊഫൈലും ഔട്ട്പുട്ട് പ്രൊഫൈലും ഉണ്ട് എല്ലാ ഗേറ്റിനും. കാരണം ഇൻപുട്ട് പ്രൊഫൈൽ ഇതാണ് ഇവർ പറഞ്ഞ ലോജിക് 0 എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് 0 വോൾട്ടിന് പകരം ഒരു റേഞ്ച് ഓഫ് വോൾട്ടേജസ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഇപ്പൊ നോക്കൂ, ഇത് TTLന്റെ ഇൻപുട്ട് പ്രൊഫൈൽ, ഇത് TTLന്റെ ഔട്ട്പുട്ട് പ്രൊഫൈൽ. TTL മീൻസ് ട്രാൻസിസ്റ്റർ ലോജിക്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ കുറെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നോക്കുന്നത്. കാരണം ലോജിക് ഫാമിലീസ് കമ്പയർ ചെയ്യാൻ, അതിന്റെ പെർഫോമൻസ് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വേണം. അതുകൊണ്ട് അതിൽ ഏറ്റവും ആദ്യമുള്ള ഒരു സാധനം ഈ പ്രൊഫൈൽസ് ആണ്. എന്ന് വെച്ചാൽ ഈ പ്രൊഫൈൽ ഇത് അതിന്റെ ഇൻപുട്ട് പ്രൊഫൈൽ, ഇത് ഔട്ട്പുട്ട് പ്രൊഫൈൽ. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഔട്ട്പുട്ട് പ്രൊഫൈലിൽ നോക്കൂ 0 to 0.4 വരെ ലോജിക് ലോ ആണ്, 2.4 to 5 വോൾട്ട് വരെ ലോജിക് ഹൈ. 0.4 to 2.4 എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞാൽ 0.4 മുതൽ 2.4 വരെയുള്ള വോൾട്ടേജ് സർക്യൂട്ടിന് കൊടുക്കരുത്. കൊടുത്താൽ അത് ലോജിക് 0 ആയിട്ടോ 1 ആയിട്ടോ ഇന്റർപ്രറ്റ് ചെയ്യാൻ അതിന് പറ്റില്ല. ഇഫ് യു വോണ്ട് ടു ഗിവ് എ ലോജിക് 0, കാരണം ലോജിക് സർക്യൂട്ട്സിന് നമ്മൾ എപ്പോഴും ഐദർ ലോജിക് 0 ഓർ ലോജിക് 1 ഇതേ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാവൂ. ലോജിക് 0 കൊടുക്കണമെങ്കിൽ
അതാണ് ഇവിടെ ഇൻപുട്ട് പ്രൊഫൈലിന്റെ ഇത്. 0 to 0.8 വരെ കൊടുത്താൽ അത് ലോജിക് 0 ആയിട്ട് എടുക്കും. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു ഗേറ്റ് മീൻസ് യെസ് ദിസ് വൺ നിങ്ങൾക്കറിയാലോ, ഇതൊരു ഗേറ്റ്. ഇതിന്റെ ഇപ്പൊ എ ബി ഇൻപുട്ട് ആൻഡ് വൈ ഈസ് ദ ഔട്ട്പുട്ട്. ഹലോ മിസ്സേ, സ്ക്രീൻ കാണുന്നില്ല. ഓ യെസ് യെസ്, ഞാൻ പ്രസന്റ് ചെയ്യാൻ മറന്നുപോയി. സോറി, പ്രസന്റ് ചെയ്യട്ടോ. ഇപ്പൊ കാണുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, ഇതാണ്. അപ്പൊ ഇതാണല്ലോ ഒരു ഗേറ്റ്. ഇതിൽ നമ്മൾ ഇങ്ങനെ ഇൻപുട്സ് കൊടുക്കും, ആ ഗേറ്റിൽ നിന്ന് ഔട്ട്പുട്ടും എടുക്കും. അതാണ്. അപ്പൊ ഈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇൻപുട്ട് എ ലോജിക് 0 കൊടുത്താൽ എത്ര വരെ കൊടുക്കണം, ലോജിക് ഹൈ എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കണം, അതാണ് ഇൻപുട്ട് പ്രൊഫൈൽ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഔട്ട്പുട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഈ വൈന്റെ ലോജിക് ലെവൽസ് എന്തായിരിക്കും, അതാണ് ഈ ഔട്ട്പുട്ട് പ്രൊഫൈൽ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾ വേറെ സർക്യൂട്ട് ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഗേറ്റ്സിന്റെ സർക്യൂട്ടിൽ തന്നെ നിങ്ങൾ ഒരു ഗേറ്റിൽ നിന്ന് എടുത്ത് വേറെ പല ഗേറ്റുകളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സാധനം എടുത്ത് വേറെ ചിലപ്പോൾ ഇങ്ങോട്ട് കൊടുക്കും, അല്ലെ, ഈ ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്ത് വേറൊരു ഗേറ്റിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇതിന്റെ വോൾട്ടേജ് ലെവൽ, ദാറ്റ് ഈസ് ഔട്ട്പുട്ട്, ഈ ഗേറ്റിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവൽസ് അടുത്ത ഗേറ്റിന്റെ ഇൻപുട്ട് വോൾട്ടേജ് ലെവൽസുമായിട്ട് മാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റൂ, അല്ലാതെ വെറുതെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാതെ വെറുതെ വരച്ചിരുന്നു. പക്ഷേ അതൊക്കെ ബോധർ ചെയ്യണം. അതിനു വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കുന്നത്. കാരണം ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മാച്ച് ചെയ്യുന്ന ഗേറ്റ് തമ്മിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് വയർ വെച്ച് ഒന്നിന്ന് അടുത്തതിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി നമ്മൾ ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാതെയാണ് സർക്യൂട്ട് വരച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു സിമോസും ടി ടി എല്ലും കൂടെയൊക്കെ വെറുതെ അങ്ങ് ഇന്റർകണക്ട് ചെയ്യാൻ പറ്റില്ല ഗേറ്റുകൾ. അത് ഒരു ടി ടി എല്ലിൽ നിന്ന് ടി ടി എല്ലിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്ത് ഇഷ്ടം പോലെ ഗേറ്റുകളുടെ ഇൻപുട്ടുകളിലേക്ക്, എന്ന് വെച്ചാൽ ഹൗ മെനി ഗേറ്റ്സ് ക്യാൻ ബി കണക്റ്റഡ് ടു വൺ ഔട്ട്പുട്ട് ഓഫ് എ ഗേറ്റ്, അങ്ങനെ അതിന് ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഫാൻ ഔട്ട്. അപ്പൊ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു തരും. ഫാൻ ഔട്ടും ഫാൻ ഇന്നും എന്താണെന്ന് പറഞ്ഞില്ല, അതും കൂടെ അതിൽ ഉൾപ്പെടുന്നതായിരുന്നു. ഫാൻ ഇൻ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഇൻപുട്ട് പിൻസ് അവൈലബിൾ ഫോർ എ ഗേറ്റ് ഈസ് ഫാൻ ഇൻ. അപ്പൊ ഫാൻ ഔട്ട്, ഇപ്പൊ ഫാൻ ഔട്ട് അനുസരിച്ച് ഫാൻ ഔട്ട് ആ ലോജിക് ഫാമിലിയുടെ ഫാൻ ഔട്ട് നോക്കിയിട്ടേ നമ്മൾ ഔട്ട്പുട്ടിൽ നിന്ന് വേറെ ഇൻപുട്സിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കുമ്പോൾ വെറുതെ ഒരു കണക്ഷൻ അല്ല, അതൊരു വോൾട്ടേജ് കൊടുക്കണം. പ്ലസ് നിങ്ങൾ ഇങ്ങനത്തെ സർക്യൂട്ട് എന്ന് വെച്ചാൽ ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സർക്യൂട്ടാണ്. യു ആർ ഫീഡിങ് one emitter of a particular transistor in case of TTL. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വോൾട്ടേജ് മാത്രമല്ല ഒരു കറണ്ടും കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ സിങ്ക് കറണ്ട്. ഇതിലേക്ക് സോഴ്സ് കറണ്ടും സിങ്ക്, ഈ ഇതിലെ ഒരെണ്ണത്തിന്റെ ഇൻപുട്ടിലേക്ക് വരുന്ന കറണ്ടിനെ നമ്മൾ സിങ്കിങ് കറണ്ട് എന്നും, അത് ഏത് ഔട്ട്പുട്ടിൽ നിന്നാണോ വരുന്നത് അതിന് സോഴ്സിങ് കറണ്ട് എന്ന് പറയും. അപ്പോ സോഴ്സിങ് കറണ്ടിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സോഴ്സിങ് കറണ്ട് നോക്കിയിട്ടാണ് എത്ര ഇൻപുട്സിലേക്ക് അത് കണക്ട് ചെയ്യാം എന്ന് പറയുന്നത്. അതുകൊണ്ട് സോഴ്സിങ് കറണ്ട് ഇമ്പോർട്ടന്റ് ആണ്. സിങ്കിങ് കറണ്ട് എത്രയാണെന്ന് നോക്കണം. ഒരേ ലോജിക് ഫാമിലിയിലെ സർക്യൂട്ട്സ് ഗേറ്റ്സ് തമ്മിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ സോഴ്സിങ് ആൻഡ് സിങ്കിങ് കറണ്ട്സ് ഒക്കെ നോക്കി കണക്ട് ചെയ്യാം. വോൾട്ടേജിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട, കാരണം എന്തായാലും വോൾട്ടേജ് ലെവൽസ് കമ്പാറ്റബിൾ ആയിരിക്കും. എങ്ങനെ ഇപ്പൊ ടി ടി എല്ലിന്റെ എങ്ങനെ കമ്പാറ്റബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇത് ബി എന്ന് പറയുന്ന ടി ടി എല്ലിന്റെ ഇൻപുട്ട് പ്രൊഫൈലും സി ടി ടി എല്ലിന്റെ ഔട്ട്പുട്ട് പ്രൊഫൈലുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ടി ടി എൽ ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന സാധനമാണ്
ഒരു TTL ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് ലെവൽസ് ആണ് ഈ കാണിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ഔട്ട്പുട്ടിൽ ലോജിക് 0 എന്ന് പറഞ്ഞാൽ മാക്സിമം 0.4 വോൾട്ട് വരെ ഔട്ട്പുട്ടിൽ വരുള്ളൂ ലോജിക് 0ക്ക്. ആ ലോജിക് 0 എടുത്ത് നമ്മളൊരു വേറൊരു TTL ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് കൊടുത്താൽ എന്ത് പറ്റും നോക്കൂ. 0.8 വോൾട്ട് മാക്സിമം 0.8 വോൾട്ട് വരെ അത് ലോജിക് 0 ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ 0.4 വരുന്നുള്ളൂ. അതുകൊണ്ട് എന്തായാലും ലോജിക് 0. സോ ലോജിക് 0s are compatible when we are connecting the output of a TTL gate to the input of another TTL gate. അതുപോലെ ലോജിക് ഹൈ നോക്കൂ. ഒരു TTL ഗേറ്റിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ലോജിക് ഹൈ ആയാൽ അത് മിനിമം 2.4 വോൾട്ട് എങ്കിലും ഉണ്ടാവും. 2.4 വോൾട്ട് ടു 5 വോൾട്ട് ആണ് ലോജിക് ഹൈ ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ. പക്ഷേ ഇൻപുട്ടിൽ നോക്കൂ, നമ്മൾ ഇൻപുട്ടിൽ ഒരു ലോജിക് ഹൈ കൊടുക്കുന്നു എന്ന് വെച്ചോ, ഇൻപുട്ട് ലോജിക് 2 വോൾട്ടിനെ പോലും ഹൈ ആയിട്ട് എടുക്കും. അപ്പോൾ 2 to 5 കൊടുത്താൽ ഇൻപുട്ട് ലോജിക് ഹൈ ആയിട്ട് എടുത്തോളൂ. അപ്പോൾ വേറൊരു ഗേറ്റിന്റെ TTL ഗേറ്റിന്റെ ഔട്ട്പുട്ട് കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്താൽ അതിന്റെ മിനിമം വാല്യൂ 2.4 ഈസ് എബവ് 2 വോൾട്ട്. അപ്പൊ അത് എന്തായാലും ലോജിക് ഹൈ ആയിട്ട് എടുത്തോളൂ. സോ അപ്പൊ ഈ ഔട്ട്പുട്ട് എടുത്ത് വേറൊന്നിലേക്ക് ഇൻപുട്ടിലേക്ക് കൊടുത്താൽ 2.4 എന്താ ഒരു ചെറിയ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ പോലും അത് ലോജിക് ഹൈ ആയിട്ട് എടുത്തോളൂ. സോ ദ ഔട്ട്പുട്ട് പ്രൊഫൈൽ ഫിറ്റ്സ് ഇൻ ടു ആൻ ഇൻപുട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ലോജിക് ലോ ഈ ലോജിക് മാക്സിമം ലോജിക് ഹൈ ലോജിക് ലോയുടെ മാക്സിമം വോൾട്ടേജിനേക്കാൾ കുറവാണ്. അതിന്റെ ഹൈ ആണെങ്കിലോ ഇൻപുട്ടിലെ മിനിമം വാല്യൂവിനേക്കാൾ കൂടുതലുമാണ് അതിന്റെ മിനിമം വാല്യൂ. സോ ഒരു ഔട്ട്പുട്ട് എന്തായാലും ഇത് ഫിറ്റ് ആവും. അതുകൊണ്ട് TTLന്റെ ഔട്ട്പുട്ട് ഒരു TTL ഗേറ്റിന്റെ ഔട്ട്പുട്ട് വേറൊരു TTL ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഡയറക്ട്ലി. സോ ഈ പ്രൊഫൈൽ നിങ്ങൾ ഓർക്കണം. ഇതാണ് ഇടയ്ക്ക് അവർ പറഞ്ഞിരുന്നു VIH എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന മിനിമം ഹൈ വാല്യൂ, അത് 2 വോൾട്ട്. V0H എന്ന് പറഞ്ഞാൽ 2.4 വോൾട്ട് ആണ്. അതുപോലെ തന്നെ ഇൻപുട്ട് ലോയുടെ മാക്സിമം വാല്യൂ 0.8 വോൾട്ട്. V0L എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിന്റെ മാക്സിമം വോൾട്ടേജ് 0.4 വോൾട്ട്. ഇനി ഇതാണ് ഔട്ട്പുട്ട്. ഈ സർക്യൂട്ടിനെ കുറിച്ചൊക്കെ വേറെ ഉള്ള ഒരു എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ഔട്ട്പുട്ടാണ് നമ്മൾ കൊണ്ടുപോയി വേറൊരു സർക്യൂട്ടിന്റെ ഇൻപുട്ടിലേക്ക്, ദാറ്റ് മീൻസ് ഈ പോയിന്റ് കൊണ്ടുപോയി വേറൊരു ഗേറ്റിന്റെ VI ഈ എമിറ്ററിലേക്ക് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കറണ്ട് അതിലേക്ക് ഒഴുകണം, കറണ്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്യണം. അപ്പോൾ ഇതിന് ഈ പോയിന്റിൽ നിന്ന് എത്ര കറണ്ട് ഫ്ലോ ചെയ്യും എന്നുള്ളതാണ് ഈ ഗേറ്റിന്റെ സോഴ്സിങ് കറണ്ട്. പിന്നെ ആ ഒരു ഇൻപുട്ട് ഗേറ്റ് ഈ പോയിന്റിൽ നിന്ന് എത്ര കറണ്ട് ഫ്ലോ ചെയ്യും എന്നുള്ളതാണ് ഈ ഗേറ്റിന്റെ സോഴ്സിങ് കറണ്ട്. പിന്നെ ആ ഒരു ഇൻപുട്ട് ഗേറ്റ് എത്ര കറണ്ട് പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് വലിച്ചെടുക്കും എന്നുള്ളതാണ് അതിന്റെ സിങ്കിങ് കറണ്ട്. അപ്പോൾ സോഴ്സിങ് കറണ്ട് ആൻഡ് സിങ്കിങ് കറണ്ട് ഇത് രണ്ടും നോക്കിയിട്ടാണ് ഫാൻ ഔട്ട് പറയുന്നത്. പിന്നെ അവർ പറഞ്ഞ ടേംസ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു വോൾട്ടേജ് ചേഞ്ച് ഉണ്ടായാൽ അതിന്റെ ഇഫക്റ്റ് ഔട്ട്പുട്ടിൽ റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ഇവരൊക്കെ ഈ ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞ ഔട്ട്പുട്ടിൽ റിഫ്ലക്ട് ചെയ്യുള്ളൂ. അതിന് വേണ്ട ടൈം ഡിലേ ആണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. അത് രണ്ടാമത് കാണിച്ച CMOSകാരുടെ നല്ല ഡയഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ടൈം ഡിലേ ഒക്കെ കാണിക്കുന്നത്. ഇത് വാല്യൂസ് ടു റിമെമ്പർ ഇങ്ങനത്തെ സാധനം. ഇത് ഞാൻ ഷെയർ ചെയ്തതാണ്. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ നല്ലതായിരുന്നു. അത് TTL പറയാനുള്ളവർ പറഞ്ഞുമില്ല. സോഴ്സിങ് സിങ്കിങ് ഇവരൊക്കെ പറയുന്നുണ്ട്. 40 മൈക്രോ ആംപ്സ് ആണ് സോഴ്സിങ് കറണ്ട് ആൻഡ് -1.6 മില്ലി ആംപ്സ് ആണ് അതിന്റെ സിങ്കിങ് കറണ്ട്. സോഴ്സിങ് ആൻഡ് സിങ്കിങ്. സോ കണ്ടില്ലേ? So when the current flows in this direction also, it is like this. So ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് ഷെയർ ചെയ്തത്. 7400 സീരീസ് എന്ന് പറഞ്ഞാൽ TTL സീരീസ് ആണ്. ഇതിന്റെ ഡ്രൈവറും ലോഡും നോയ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. ലോ ലെവലില് നിങ്ങൾ കണ്ടുകാണ് ഇൻപുട്ട് പ്രൊഫൈലില് 0.8 ആയിരുന്നു, മറ്റേത് 0.4. സോ 0.4 0.8 വരെ മാക്സിമം ഒരു ചേഞ്ച് ഉണ്ടാവും. ദാറ്റ് അത്രയും നോയ്സിന്റെ ഇഫക്റ്റ് അത്രയും വരാം. അതാണ് നോയ്സിന്റെ ഇഫക്റ്റ് ഇവിടെ പറയുന്നുണ്ട്. സോ അത് നോക്കിയിട്ടാണ് നോയ്സ് മാർജിൻ
ലോഡിംഗ് റൂൾസ് കണ്ടില്ലേ, ഇതെല്ലാം ദാറ്റ് ഈസ് 0.4 to 2.4 വോൾട്ടേജ് ലെവൽസ് കൊടുത്താൽ അത് ഇൻവാലിഡ് വോൾട്ടേജ് ആണ്. ഈ വക ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. TTLന്റെ 74 സീരീസ് ആണ്, അതിന്റെ പല സീരീസ് 74 ഇത് ലോ പവർ സീരീസ്, ഇത് ഷോർട്ട് കീ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡ് ഉള്ളതാണ്. ലോ പവർ ഷോർട്ട് കീ ഇതിന്റെ ഒക്കെ ഇത് വാല്യൂസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ല ഈ പോർഷൻസ് ഒക്കെ പഠിക്കാൻ ഒരു നല്ല ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. അതാണ് ഞാൻ ഷെയർ ചെയ്തത്. അത് എനിക്ക് തോന്നുന്നായിരുന്നു നോക്കിയില്ല. പിന്നെ ഇതിന്റെയൊക്കെ കുറെ കൂടെ ഒരു പ്രസന്റേഷൻ വൈസ് ആണ് ഇതിലുണ്ടായിരുന്നത്. ഇതില് ECLന്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ്. ഫാസ്റ്റസ്റ്റ് ECL മെയിൻ നമ്മൾ പഠിക്കാൻ തന്നെ, കാരണം ഇറ്റ്സ് എ ഫാസ്റ്റസ്റ്റ് ലോജിക് ഫാമിലി എന്നാണ്. 1 nanoseconds ഉള്ളൂ അതിന്റെ സ്വിച്ചിങ് ടൈം. whereas for TTL standard TTL it is 10 nanoseconds. കണ്ടോ, ഇത് പറഞ്ഞില്ല ലോജിക്സ് ലെവൽ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ലോജിക് 0ക്ക് -1.7 വോൾട്ട്. ഇത് ആക്ച്വലി ഒരു ഇതിലുണ്ടായിരുന്നെങ്കിലും അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞില്ല. ലോജിക് 1 എന്ന് പറഞ്ഞാൽ -0.8, കാരണം നെഗറ്റീവ് വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. വോൾട്ടേജ് ലെവൽസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഇതൊരു പ്രസന്റേഷൻ മോഡിലുള്ള പ്രൊപ്പഗേഷൻ ഡിലേ അങ്ങനെ ഒരു സാധനമായിരുന്നു. ഓക്കെ, അപ്പൊ ഇനിയും ഉണ്ട് നമുക്ക് ബാക്കി TTL. ഇനി ശരിക്കും TTL സർക്യൂട്ട്സ് ഒക്കെയാണ്, അത് അടുത്ത ദിവസം പ്രസന്റ് ചെയ്യണം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം രണ്ടാമത് പ്രസന്റ് ചെയ്തവര്, ദാറ്റ് ഈസ് ആതിര ആൻഡ് അർജുൻ രവീന്ദ്രൻ, അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു സ്ലൈഡ് നല്ല സ്ലൈഡുകളായിരുന്നു. അപ്പൊ നിങ്ങളൊരു പ്രോപ്പറായ ഒരു സ്ലൈഡ് വെച്ചിട്ട് പ്രസന്റ് ചെയ്യണം ഒരു പ്രസന്റേഷൻ. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്തായാലും. കാരണം ഇതിന്റെയൊക്കെ സ്ലൈഡ്സ് ഈവൻ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്ലൈൻഡ് ആയിട്ട് എടുക്കേണ്ട, അതിനകത്ത് കണ്ടന്റ് നിങ്ങൾക്കും കൂടെ ഒന്ന് മനസ്സിലാകുന്ന വിധത്തിലുള്ളത് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ ടെക്സ്റ്റുകൾ പറഞ്ഞത് അപ്പൊ കണ്ടന്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ, മിസ്റ്റേക്സ് ഇല്ല എന്ന് കേട്ടോ. അങ്ങനെ ബേസിക് മിസ്റ്റേക്സ് ഒന്നും അല്ലെങ്കിൽ ഫണ്ടമെന്റൽ മിസ്റ്റേക്സ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങനത്തെ സ്ലൈഡ്സ് വെച്ച് പ്രസന്റ് ചെയ്യാം. ഇനി പ്രസന്റ് ചെയ്യാനുള്ളവര് ബാച്ച്മേറ്റ്സ് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ അവസാന നിമിഷം കാലുവാരി ബാച്ച്മേറ്റിനെ വെള്ളത്തിലാക്കരുത്. ഓക്കെ, അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇന്നത്തെ അറ്റൻഡൻസ് പറയൂ. നമ്പർ പ്ലീസ്. Number 1. പറഞ്ഞു. 3 absent. 4. 5 absent. 6. 7. 8. 9. 10. 11. 12. 13. 15. 16. 17. 18. 19. 20 absent. 21. 22. 23. 24. 26. 27. 28. 29. 30. 31. 32. Absent. 32 absent. 33. 33. 34. 35. റോഷിത്ത് ഇല്ല. 37. 39. ഷാഹിർ.
ഓക്കെ 39 40 ഷാമിൽ 41. 42. 43 ശ്രീഷ്മ 44. 44. 45. ഓക്കെ വിശാൽ ഓക്കെ 47. 48 ഓക്കെ ഓക്കെ അപ്പോ നാളെ ബാക്കി പ്രസന്റ് ചെയ്യാനുള്ളവർ റെഡി ആയിട്ട് വരൂ കേട്ടോ. ഓക്കെ ടുമോറോ മോർണിംഗ് 32 നീതു ശരി ഓക്കെ